blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജെയിംസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. എല്ലാവിധ രോഗങ്ങളും തന്നെ വിട്ട് മാറിപ്പോകട്ടെ. മകൻ ഡെനിഷിനായി പ്രാർത്ഥിക്കുന്നു. ക്യൂബക് കാനഡയിലേക്ക് തനിക്ക് മൈഗ്രേഷൻ പോസിബിളായി മാറട്ടെ. ഉള്ളിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവെ അങ്ങ് ചെയ്യണമേ. PK ബേബിക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഒരു പുതിയ ഭവനം ഉണ്ടാകട്ടെ. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. തൻ്റെ യങ്ങർ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജോലി തനിക്ക് ലഭിക്കട്ടെ. രമ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ. പുതിയ ഒരു വീട് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വാണി ജോഷിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ ഭവനം ലഭിക്കേണ്ടതിനായി ഈ സഹോദരിയുടെ ഭർത്താവ് നിത്യജീവൻ്റെ അവകാശിയായി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ അഭിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഏബലിനായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ആരോഗ്യ നിലവാരത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് സ്പോൺസർ ചെയ്ത എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരാൻ കഴിയും. ഓരോ ദിവസവും നിങ്ങൾ കാണുന്നത് പോലെ പലരും ഇത് സ്പോൺസർ ചെയ്യുമ്പോൾ, ഒരാളത് സ്പോൺസർ ചെയ്യുമ്പോൾ ദശലക്ഷങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് യേശുവിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് ആയൊരു വലിയ അനുഗ്രഹം നമ്മുടെ മേൽ തിരികെ ചൊരിയപ്പെടും. ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ മാത്രമല്ല, എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതുപോലെ ഞായറാഴ്ചകളിലുള്ള ലൈവ് ടെലികാസ്റ്റ് ആൻഡ് വെബ്കാസ്റ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇതിലൂടെയെല്ലാം തലമുറകളുടെ മേൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശം മൂവാറ്റുപുഴയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലായിരുന്നു കഴിഞ്ഞ മൂവാറ്റുപുഴ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. അതുകൊണ്ട് ഇത് വളരെ പ്രാർത്ഥനയോടുകൂടി കേൾക്കുക. വേദപുസ്തകം തുറക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് പ്രധാന ഭാഗങ്ങൾ കുറിച്ച് വയ്ക്കുക. തുടർന്നും ആ ഭാഗങ്ങൾ പഠിക്കുക. കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കട്ടെ. കൂടാതെ അതേ തുടർന്ന് മിറക്കിൾസ് ടുഡേ എന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സെഗ്മെൻറ്റ് നിങ്ങൾ കാണും. അതിനുശേഷമായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24:35 വാക്യം. ജീസസ് said, Heaven and earth will pass away, but my words will never pass away. ആകാശം ഭൂമിയും നീങ്ങിപ്പോകും,
എൻ്റെ വചനങ്ങളോ ഒരു നാളും നീങ്ങിപ്പോകുകയില്ല. യേശു ഇത് പറയുന്ന സമയത്ത് ഇന്നുള്ളതുപോലെ ഒരു മനുഷ്യൻ പ്രസംഗിച്ചാൽ അത് റെക്കോർഡ് ചെയ്യുവാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഈ സന്ദേശം ഇവിടെ നൽകപ്പെടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ കാലത്ത് വീഡിയോ ക്യാമറ ഇല്ല, ഒരു വോയിസ് റെക്കോർഡർ ഇല്ല. ഇനി കേൾക്കുന്നവർക്കൊന്ന് എഴുതിയെടുക്കാൻ ഒരു നോട്ട്ബുക്ക് വേണ്ടേ? അതുമില്ല. നിങ്ങൾ പലരും ഒരുപക്ഷെ ഇന്നത്തെ മെസ്സേജിൻ്റെ കുറിപ്പുകൾ എഴുതിയെടുക്കും. എന്നാൽ അന്ന് ഇതൊന്നുമില്ല, റെക്കോർഡ് ചെയ്യുവാനുള്ള യാതൊന്നുമില്ല, പുസ്തകങ്ങളില്ല. അന്നുണ്ടായിരുന്നത് അധികവും തോൽ ചുരുളുകളാണ്. അതൊന്നും ഇങ്ങനെ കൊണ്ടുനടക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ അന്ന് യേശു പറഞ്ഞതാണ്, ആകാശം മാറിപ്പോവും ഒരു ദിവസം, ഭൂമിയും, നമ്മളിപ്പോൾ കാല് ചവിട്ടി നിൽക്കുന്ന ഭൂമിയും ഒരു ദിവസം മാറിപ്പോവും. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ ഒരു നാളും മാറിപ്പോകുകയില്ല. യേശു പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതുവരെ ആ വചനങ്ങൾ മാറിപ്പോയിട്ടില്ല. മാറിപ്പോയിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇന്ന് ആ വചനം ഉള്ളത്. ഇന്ന് നമ്മൾ ആ വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. സോ പുസ്തകങ്ങളില്ലാതിരുന്ന കാലത്ത്, റെക്കോർഡ് ചെയ്യുവാൻ യാതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് യേശു സംസാരിച്ച വചനങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ട്. എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞ യേശുവാണ് സാക്ഷാൽ വചനം. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, വചനം ജഡമായി, ശരീരമായി, മാംസമായി തീർന്ന് നമ്മുടെ മധ്യത്തിൽ വസിച്ചു. അപ്പോൾ യേശു എന്ന് പറയുന്നത് തന്നെ വചനമാണ്. അതുകൊണ്ട് ആ വചനത്തെ നീക്കിക്കളയുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ചരിത്രത്തിൽ ഈ വചനത്തെ എങ്ങനെയെങ്കിലും നീക്കിക്കളയാൻ വേണ്ടി ഒത്തിരി പേർ പരിശ്രമിച്ചിട്ടുണ്ട്. ചില ആളുകൾ കൂട്ടമായി ബൈബിളുകൾ പിടിച്ചെടുത്ത് കത്തിച്ചിട്ടുണ്ട്. കിട്ടാവുന്നിടത്തോളം ബൈബിളുകൾ ശേഖരിച്ച് ഇന്ധനമൊഴിച്ച് കത്തിച്ചിട്ടുണ്ട്. എങ്ങനെയും ബൈബിൾ ഒന്ന് തീർന്നു പോകണം, ഇനി ആരും ഇത് വായിക്കരുത്. ഒരിക്കലും ഒരാളിങ്ങനെ വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ്, അടുത്ത ചില വർഷങ്ങൾക്കകം ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ ഭൂമിയിൽ ഒരു പ്രതി പോലും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ ബൈബിൾ ഈ ഭൂമുഖത്ത് നിന്നും ഞങ്ങൾ മാറ്റിയിരിക്കും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പ്രഖ്യാപിച്ച പുള്ളിയുടെ വീട് പിന്നീട് ബൈബിൾ സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി മാറി. ചരിത്രത്തിലെ സംഭവമാണ്. ഇത് നടന്നത് ഫ്രാൻസിലാണ്. ആ മനുഷ്യന്റെ വീട്ടിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഫ്രാൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അത് മാറി. യേശു പറഞ്ഞതാണ്, ആകാശം മുകളിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്ന ആകാശം ഒരു നാൾ ചുരുള് പോലെ ചുരുണ്ട് മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാകും. എന്നാൽ എൻ്റെ വചനങ്ങൾ അന്നും നിലനിൽക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വിശ്വസിക്കാമെങ്കിൽ അത് ദൈവത്തിന്റെ വചനമായ ബൈബിളാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും യേശു കർത്താവ് തന്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകലത്തെയും താങ്ങി നിർത്തുന്നത്, കൃത്യമായ ഓർബിറ്റുകളിൽ നിർത്തിയിരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ വചനമാണ്. ഉളവാകട്ടെ എന്ന് പറഞ്ഞ അതേ വചനമാണ് ഓരോരുത്തരെയും നിലനിർത്തുന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ വചനം കയ്യിലുണ്ടെങ്കിൽ, ദൈവവചനമാകുന്ന ബൈബിൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. നിന്നെ ഈ വചനം താങ്ങി നടത്തും. ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കാം, പക്ഷേ ഈ വചനമുണ്ടെങ്കിൽ ആ വചനം അവിടെ നിന്നും നിന്നെ ഉയർത്തിയെടുക്കും. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അവരിറങ്ങിപ്പോയ കുഴികളിൽ നിന്നും അവൻ അവരെ പെറുക്കിയെടുത്തു. എങ്ങനെ? ദൈവത്തിന്റെ വചനത്തിന് എവിടെയും ഇറങ്ങിച്ചെല്ലാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ജയിലിൽ ഒരു വലിയ ക്രിമിനൽ
തടവിൽ കിടക്കുകയായിരുന്നു. ആ മനുഷ്യൻ പലരെയും കൊന്നു, പല വീടുകൾ കവർ ചെയ്തു. സമൂഹത്തിന് തന്നെ ദ്രോഹമായി തീർന്നപ്പോഴാണ് കോടതി വിധി വന്ന് ഈ മനുഷ്യനെ ജീവപര്യന്തം 1, 2, 3 ജീവപര്യന്തം അവിടെ കിടക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ തടവുപുള്ളികൾക്ക് വൈകിട്ട് ചായയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണ്ടേ. അപ്പൊ ആ സമയത്ത് ബോണ്ട പോലെ എന്തൊരു സാധനം പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് തടവുപുള്ളികൾക്ക് കൊടുത്തു. ഈ തടവുപുള്ളിയുടെ കയ്യിലും കിട്ടിയ ഒരു ബോണ്ട തിന്നു കഴിഞ്ഞപ്പോഴാണ്, വേറെ ജോലിയൊന്നുമില്ലല്ലോ, അതിൻ്റെ അകത്തല്ലേ, ആ കിട്ടിയ പൊതിഞ്ഞ എണ്ണ പുരണ്ട പേപ്പർ കയ്യിൽ കിട്ടി. പേപ്പർ നോക്കിയപ്പോൾ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കി. അത് ആരോ ബൈബിളിന്റെ ഒരു പേജ് കീറിയെടുത്ത് ബോണ്ട പൊതിഞ്ഞുകൊണ്ട് കൊടുത്തത്. ആ മനുഷ്യൻ ആ പേപ്പർ 1000 പ്രാവശ്യം അതിനകത്തിരുന്നുകൊണ്ട് വായിച്ചു. കാരണം വേറൊന്നും വായിക്കാനില്ല. ആ തടവുപുള്ളി ആ ജയിലഴികൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ബൈബിളിന്റെ ഒരു താള് വായിച്ച് യേശുവിനെ താൻ സ്വീകരിച്ചു. അനേകരെ കൊന്ന ആ മനുഷ്യൻ അകത്ത് യേശുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ബൈബിളിന്റെ ഒരൊറ്റ താളുകൊണ്ട് ആ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് പുറത്തു വന്നു. പിന്നീട് ഒരു വലിയ അഭിഷിക്തനായ ഒരു ദൈവഭൃത്യനായി ആ മനുഷ്യൻ മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അല്പം ശക്തി കൂടുതലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ ആരും ഷോക്കേസിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കരുത്, അലമാരിയിൽ വെച്ച് പൂട്ടരുത്. പണ്ടൊരാൾ പറഞ്ഞു, ബ്രദറെ, വീട്ടില് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ബൈബിളിലെ സൂക്ഷിക്കൂ. കാശ് വരെ ഞങ്ങൾ ബൈബിളിലാണ് വെക്കുന്നത്. കാരണം അതിൽ നിന്ന് പോക്കറ്റിലിട്ടാൽ പിള്ളേരെ എടുത്തോണ്ട് പോകും, പേഴ്സിൽ വെച്ചാലും എടുത്തോണ്ട് പോകും. ബൈബിളിന്റെ അകത്താ വെക്കുന്നതെങ്കിൽ ആരും എടുക്കില്ല, അതാരും തൊടില്ല, വീട്ടിൽ ആരും അതെടുത്ത് വായിക്കാറില്ല. ഇങ്ങനെയാകരുത് നമ്മുടെ ബൈബിളുകൾ. പണ്ടൊരാൾ പറഞ്ഞത്, ഡേറ്റി ബൈബിൾ ക്ലീൻ ക്രിസ്ത്യൻ, ക്ലീൻ ബൈബിൾ ഡേറ്റി ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വായിച്ച് 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 മുഷിഞ്ഞ ഒരു വേദപുസ്തകം എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ അർത്ഥം ആ വായിച്ച ആള് വൃത്തിയുള്ളവനായി. ഒന്നും കേടുപറ്റാതെ, ഒരു വര പോലും വീഴാതെ, മുഷിയാതെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ബൈബിൾ ആണെങ്കിൽ ആ മനുഷ്യൻ വൃത്തിയില്ലാത്ത മനുഷ്യനായിരിക്കും, അശുദ്ധനായിരിക്കും. എത്രത്തോളം വചനം വായിക്കാവോ അത്രത്തോളം ദൈവത്തിന്റെ വചനം വായിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബൈബിൾ വായിച്ച് വായിച്ച് മുഷിയുന്നത് വേറെ ആർക്കെങ്കിലും കൊടുത്തു. എത്രയോ ബൈബിളുകൾ ഞാൻ മാറ്റിയിട്ടുണ്ടെന്നറിയാമോ? ആദ്യം മുതൽ. എനിക്ക് ആദ്യം ഒരു ബൈബിൾ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഇന്നിവിടെ ഗിഫ്റ്റായി കിട്ടിയതുപോലെ ഒരു ബൈബിൾ എനിക്ക് കിട്ടി. 1.5 ദിവസം കൊണ്ട് ഞാനത് മൊത്തം വായിച്ചു. ഉറങ്ങുന്നില്ല, ഇരുന്ന് വായനയാ. ആദ്യം മുതൽ ഇരുന്ന് വായിച്ച്, സ്കെച്ച് പെൻ എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വായിച്ചു. നോട്ട്ബുക്കിൽ വാങ്ങി എഴുതി പഠിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്കൊരു ഫുൾ ബൈബിൾ എൻ്റെ വീട്ടിലില്ല. അതിൽ വന്നിട്ടൊരു സ്വപ്നമാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഒരു ഫുൾ ബൈബിൾ എനിക്ക് വേണം, പഴയ നിയമം പുതിയ നിയമമുള്ളൊരു ബൈബിൾ വേണം. ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ബൈബിൾ എടുത്തുന്നത്. അദ്ദേഹം വായിച്ച് വരച്ച് ഒരു ഇതാക്കി അവശനിലയുള്ളൊരു ബൈബിൾ എനിക്ക് എടുത്തു തന്നു. എനിക്ക് അന്നൊരു വലിയ സ്വർണ്ണഖനി കിട്ടിയ പദവിയായിരുന്നു. എന്നാ സന്തോഷമായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ സൈക്കിൾ ആഞ്ഞു ചവിട്ടിയാ പോയത്. കാരണം എന്താ, കിട്ടി, ആഗ്രഹിച്ചത് എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ ഫുൾ ബൈബിൾ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അനേക വർഷങ്ങൾ വായിക്കാനും പഠിക്കാനും തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നുകൊണ്ട് ഉറക്കെ എല്ലാവരോടും വിളിച്ചു പറയാം, ദൈവവചനം വായിച്ചത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അകത്തെ മാറ്റം പുറത്തേക്ക് വരാൻ തുടങ്ങി. അനേകരെ മാറ്റാൻ തുടങ്ങി. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ്, ഇറ്റ് ക്യാൻ റെവല്യൂഷനൈസ് യുവർ ലൈഫ്. ഇദ്ദേഹത്തിന്റെ പേര് മുത്തു, പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഇദ്ദേഹത്തിന് 4 വർഷമായി ശരീരം മുഴുവൻ അലർജി മൂലം ചൊറിഞ്ഞ് തടിച്ചിട്ട് പൊട്ടി ഒഴുകുമായിരുന്നു. കയ്യിലൂടെ ഒക്കെ വെള്ളം ഒഴുകുമായിരുന്നു. 4 വർഷമായി.
സോപ്പ് ഉപയോഗിക്കാൻ പറ്റൂല, ഒരു കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റൂല. അത് മാത്രമല്ല പച്ചവെള്ളം കൊണ്ടുപോലും കൈ കഴുകാൻ പറ്റൂലായിരുന്നു. പച്ചവെള്ളം കൊണ്ട് കൈ കഴുകാൻ പറ്റില്ലായിരുന്നു. പച്ചവെള്ളം ശരീരത്തെ തൊടിയിപ്പിക്കാൻ പറ്റൂല, അപ്പം ചൊറിയാൻ തുടങ്ങും. അപ്പൊ ഈ 4 വർഷം എങ്ങനെ കുളിച്ചു, എങ്ങനെ കൈ കഴുകി? 4 വർഷം കൊണ്ട് ഞാൻ കുളിക്കുന്നതൊക്കെയല്ല ചൂടുവെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്നതെല്ലാം. പച്ചവെള്ളം എനിക്ക് തൊടാൻ പറ്റില്ല. ഞാൻ പോവാതെ ആശുപത്രികളില്ല. കേരളത്തിലുള്ള എല്ലാ ആശുപത്രികളിലും പോയി മരുന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോയി, അങ്ങനെ ഒത്തിരി മെഡിക്കേഷൻ ചെയ്തു. തമിഴ്നാട്ടില് ഇതിനു വേണ്ടി പോയി, ചികിത്സയ്ക്ക് വേണ്ടി പോയി. അങ്ങനെ ഒരു സൗഖ്യവും ഇല്ലായിരുന്നു അദ്ദേഹം. പക്ഷെ നമ്മുടെ പെരുമ്പാവൂരുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ 3 ആഴ്ച മുൻപ് ഇദ്ദേഹം വന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് വന്നു. അപ്പോൾ ബ്രദർ ഡാമിയൻ ലൈവായിട്ട് ബ്ലെസ്സിംഗ് സെന്ററിൽ നമ്മുടെ എറണാകുളത്തുള്ള ലൈവായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു അലർജി ഉള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ശരീരത്ത് ഒരു തരിപ്പ് പോലെ അനുഭവപ്പെട്ടു. സെയിം ടൈമിൽ ശരീരത്തിൽ ഒരു തണുപ്പ്. എറണാകുളത്ത് പറഞ്ഞ അതേ സമയത്ത് തന്നെ പെരുമ്പാവൂരിരുന്ന ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ തരിപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹം പറയുന്ന അന്ന് രാത്രി തന്നെ സൗഖ്യം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അറിയുവാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഇതില്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 വർഷം കൊണ്ട് അനുഭവിക്കാൻ എനിക്ക് ഇനി ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും പണിക്ക് പോലും എനിക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. യേശു എന്നെ രക്ഷപ്പെടുത്തി തന്നാണ്. യേശുവിനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. എൻ്റെ മക്കളാണ് എല്ലാ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. കാലത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, 5 വയസ്സും 4 വയസ്സുള്ള പിള്ളേരാണ് 2 പേരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വളരെ നന്ദിയുണ്ട്. യേശുവിനോട് നന്ദി പറയാണ് ഞാൻ. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. സോപ്പ്, സിമെന്റ്, അലർജി എനിക്ക് ഒരു ഇതുമില്ല. ഇപ്പം എനിക്ക് സുഖമായിട്ട് എനിക്ക് പണിയെടുക്കാം, എല്ലാ പണിയെടുക്കാൻ എനിക്ക് ആവതുണ്ട് യേശു. ഒന്ന് 2 ചോദ്യം ചോദിക്കട്ടെ. ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് നോക്കിയായിരുന്നോ? പച്ചവെള്ളം ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പച്ചവെള്ളത്തിൽ നമുക്ക് കുളിക്കാം, കുടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് നേരത്തെയൊക്കെ പച്ചവെള്ളം നമ്മുടെ കൈകാലിലൊക്കെ തൊടുമ്പോൾ തന്നെ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. തൊടാൻ പറ്റില്ലെന്ന് വെച്ചാൽ പച്ചവെള്ളം നമ്മുടെ കയ്യിൽ ഇവിടെ ഇത്തിരി വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചൊറിഞ്ഞ് മാന്തി അവിടെ കുറച്ച് ദിവസം വെള്ളം പോലെ വന്ന് പിന്നെ 2 ദിവസവും 3 ദിവസവും അത് പാടൊന്ന് മാറണമെങ്കിൽ പിന്നെ ആശുപത്രി പോകും, മരുന്ന് മേടിക്കും, അന്നേരം കുറവുണ്ടാവും. പച്ചവെള്ളം അതിനുശേഷം ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ പച്ചവെള്ളത്തിലാണ് കുളി, എല്ലാം പച്ചവെള്ളത്തിലാണ്, യാതൊരു പ്രശ്നവുമില്ല, എല്ലാം നല്ല ഇതായിട്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് കേട്ടിട്ട്. വെറും 3 ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സൗഖ്യം നടന്നത്. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ നടക്കുന്ന വചന ശുശ്രൂഷയും പ്രാർത്ഥനയും തത്സമയ സംപ്രേഷണത്തിലൂടെ പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ നടന്നൊരു സൗഖ്യമാണ്. ഞാനതാ പറഞ്ഞത്, പലർക്കും വേണ്ടി ഞാൻ നേരിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ യേശു നേരിട്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ പോകാൻ ആരുടെയും കെയർ ഓഫിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ ചെല്ലാം, എല്ലാവർക്കും നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. കാരണം അവൻ എല്ലാവരുടെയും രക്ഷകനാണ്. ചിലർക്ക് വിചാരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയൊന്നുമല്ല, അതുകൊണ്ട് എന്നെ കർത്താവ് സ്വീകരിക്കുമോ? യേശു ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല. യേശു എല്ലാവരുടെയും രക്ഷകനാണ്. യേശു ആരെ വേണേലും സൗഖ്യമാക്കും. മനുഷ്യനാണോ സ്ത്രീയാണോ, നിനക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം, ഉടനെ അവൻ നിന്റെ കണ്ണുനീർ കാണും. 4 വർഷമായ ഒരു 2 കുട്ടികളുടെ പിതാവാണ്. നമുക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ പച്ചവെള്ളം പോലും തൊടാൻ സാധിക്കാതെ, മൈ ഗോഡ്, കൈനീട്ടി ഈ സഹോദരനെ അനുഗ്രഹിക്കാം. എല്ലാവരും ഈ സഹോദരന്റെ നേരെ കൈനീട്ടി. കർത്താവേ, അങ്ങ് കൊടുത്ത ഈ അത്ഭുത രോഗസൗഖ്യത്തിനായി നന്ദി. തമിഴ്നാട്ടിലും കേരളത്തിലും ചികിത്സിച്ചു, സൗഖ്യം കിട്ടിയില്ലെന്നാൽ യേശു ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. അതേ യേശു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയും സൗഖ്യമാകട്ടെ. ഈ സാക്ഷ്യം കാണുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിവിധ രീതിയിലുള്ള അലർജികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അധികാരത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, സൗഖ്യമാകുക. Be healed in the mighty name of Jesus. എല്ലായിടങ്ങളിലുമുള്ളവർ കൈകളെ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ അവകാശമാക്കുക. കൈകളെ ഉയർത്തിപ്പിടിച്ച് പറയുക, ഞാനിപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. പറഞ്ഞ് സൗഖ്യമാക്കണേ എന്ന് പറയണ്ട, ഞാനിപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ.
ഈ സമയത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇപ്പോൾ തന്നെ നിന്റെ കരം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വന്നു ചേരട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവിധ രോഗങ്ങൾക്കും കർത്താവെ അങ്ങ് സൗഖ്യം നൽകുവാൻ മതിയായവനാണല്ലോ. യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ശരീരത്തിൽ പല ഭാഗങ്ങളിലും പല നിറത്തിലുള്ള പാടുകൾ വന്നിട്ടുള്ള ചില സഹോദരിമാരെ കർത്താവിനെ കാണിക്കുന്ന ചില പെൺകുട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ, അതുകൊണ്ട് തന്നെ വലിയ അപകർഷതാബോധം നിങ്ങൾക്കുണ്ട്. പല സ്ഥലങ്ങളിലുള്ള പാച്ചസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ നിന്നും അത് മാഞ്ഞു പോകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. സന്ധികളിലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് മാഞ്ഞ് ആ കുഞ്ഞുങ്ങൾ നോർമലായി മാറട്ടെ. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ പിക്കപ്പ് ചെയ്യട്ടെ. ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആക്ടിവിറ്റീസ് നോർമലായി മാറട്ടെ. താങ്ക് യു ഫാദർ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ അടുത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ കൈവെക്കുക. ഞാൻ ഈ പറയുന്ന പ്രയാസങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ കൈവച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പഠിക്കുവാൻ വൈകല്യങ്ങളുള്ള, പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അവർ യേശുവിൻ നാമത്തിൽ അവർ പഠനത്തിൽ മുന്നേറാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ വിക്ക് ബാധിച്ച കുഞ്ഞുങ്ങൾ, കണ്ണുകൾക്ക് പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ സ്കിൻഡഡ് ഐസ് ഉള്ള കുഞ്ഞുങ്ങൾ, കോങ്കണ്ണുള്ള കുഞ്ഞുങ്ങൾ, കണ്ണിൻ്റെ കൃഷ്ണമണികൾ തെറ്റിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം നോർമലായി മാറട്ടെ. സ്പോണ്ടിലൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വയറിനകത്തുള്ള രോഗങ്ങൾ, അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലീല എന്നു പേരുള്ള ഒരു സഹോദരി, അൾസർ കൊണ്ട് ഒത്തിരി വർഷങ്ങൾ നിങ്ങൾ പ്രയാസപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ആന്തരാവയവങ്ങളിലേക്ക് എന്തോ ഒരു സ്രവം ശരീരത്തിൽ നിന്ന് തന്നെ ഇറങ്ങി ഉള്ളിൽ ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾ കർത്താവെ അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സ്വന്തം ഭവനങ്ങളില്ലാത്തവർക്ക് അതുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ലഭിക്കട്ടെ. വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പറുകൾ റെഡിയായി വരട്ടെ. എല്ലാ നിലകളിലും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് മുംബൈയിലെ ബാന്ദ്രയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ബാന്ദ്രയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തീർച്ചയായും വന്നിട്ടില്ലാത്തവർ, ആ ചുറ്റുപാടുമുള്ളവരെല്ലാം ദയവായി വരിക. ബാന്ദ്ര വേഗത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ്. നാളെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ഡോംബിവിലിയിലാണ്, മുംബൈയിൽ തന്നെ. ഈ 2 മീറ്റിങ്ങുകളിലും വരുന്നവർക്ക് ആശിഷമാരി അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി, ഈ പുസ്തകങ്ങൾ കരസ്ഥമാക്കാവുന്നതാണ്. നേരത്തെ വരിക. നിങ്ങളുടെ കോപ്പികൾ ചോദിച്ച് വാങ്ങുക മാത്രമല്ല അത് വായിക്കുകയും ഒത്തിരി അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് വരികയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Welcome to Blessing Today, Bible and You Mega Contest. ഇനി 2 ടോപ്പിക്കുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിലേതാണ് ആന്റണി സെലക്ട് ചെയ്യുന്നത്? യേശുവും ശിഷ്യന്മാരും. അതിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മാത്രം മതി എന്ന് പറഞ്ഞതാരാണ്? ഫിലിപ്പോസ്. യെസ്, ശരിയായ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചത് എന്തായിരുന്നു? അപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. തെറ്റിദ്ധരിച്ചു. ഏകദേശം ശരിയാണ്, ക്ലിയർ ആയിട്ടില്ല. അതായത് ഈ തങ്ങൾ അപ്പത്തിനുള്ള എടുത്തിട്ടില്ലാകയാൽ
പകുതി ശരിയായി, പക്ഷെ പകുതി തെറ്റാണ്. അവർ അപ്പം എടുക്കുവാൻ മറന്നുപോയത് കൊണ്ടാണ് ഇത് പറയുന്നത് ചിന്തിച്ചു. അപ്പത്തിന്റെ കാര്യം എന്നാണ് പറഞ്ഞത്. പകുതി മാർക്ക് നൽകുന്നു, 15 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം, പത്രോസിന്റെ മരണത്തെക്കുറിച്ച് യേശു നൽകിയ സൂചനകൾ എന്തൊക്കെയായിരുന്നു? യൗവനത്തിൽ നീ സ്വന്തമായി അരകേട്ടി യാത്രയാവുന്നു, എന്നാൽ വാർദ്ധക്യത്തിൽ നീ കൈനീട്ടുകയും മറ്റൊരാൾ നിന്റെ അരകെട്ടുകയും ചെയ്ത് നിന്റെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകുന്നു. ശരി ഉത്തരമാണ്. ഏറ്റവും നന്നായി പണം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ബുദ്ധിമാനാണ് നമ്മൾ പറയും. എത്രയോ പേരുടെ കയ്യിൽ പണം ലഭിച്ചിട്ട് ധൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ച പാപ്പരായ ചരിത്രം നമുക്കറിയാം. അതിനേക്കാൾ കാര്യക്ഷമമായി നമ്മൾ ചെലവിടേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ സമയം. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.